ജീർണതകൾ. അതെ, അത് വൈഫ് ഇൻചാർജിനെ മാത്രം പിടിക്കണ്ട. ജീർണതയോട് ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. കടലുകൂടിയൊക്കെ ആയിപ്പെടും. നമ്മൾ എല്ലാവരും നല്ലോണം ഡിഗ്രി വെച്ച്, ചിലപ്പോൾ അറബി ആയിരിക്കും, ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും. അപ്പോൾ എല്ലാവരും തൃപ്തി അറിഞ്ഞോളൊന്നുമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ കൊള്ളോ, ഞങ്ങൾ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. ഇല്ല, ആർക്കും കൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങൾ കൊള്ളൽ ഏറ്റുകൊണ്ടിരിക്കുന്നവരാണ്. അതെനിക്ക് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് പറഞ്ഞുതരാം. എങ്ങനെ പറഞ്ഞത് നിങ്ങൾ വിലയിരുത്തണ്ടേ? ഞാൻ പറഞ്ഞത് നാസർ ഫൈസി ശൈശവ വിവാഹവുമായി അത് മനസ്സിലാക്കപ്പെടാൻ 6-ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കണതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലുള്ളത്. 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിരുന്നു. അതിന് ഏതെങ്കിലും ഒരു മാമാക്കാനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു അരവിന്ദാക്ഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്ന ഒരു നേതാവിനെ പറഞ്ഞു വെക്കണം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും വിവിധ ഭാഗങ്ങളും അറിയപ്പെടുന്ന നേതാവാണ് EMS. അദ്ദേഹത്തിന് മാനം കെട്ടിച്ചപ്പോൾ 11 വയസ്സായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാണ്, ചരിത്ര വസ്തുത പറഞ്ഞാണ്. ചിത്രം പറഞ്ഞ് ചിലർക്ക് കൊള്ളും. ഞാൻ അറിഞ്ഞിരുന്നു. ഇത് ഞാൻ മുഴുവൻ പ്രതിഷേധിച്ചാൽ വസ്തുതകൾ വസ്തുതയായിട്ട് നിൽക്കുള്ളൂ.